ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഇൻസ്പെക്ടർ സ്ക്രീൻ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസിലെ 3 ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ്. അതായത് മംസ്, മീസിൽസ്, റുബല്ല. അപ്പൊ നമുക്ക് ആദ്യം മംസ് എന്താന്ന് നോക്കാം. മംസ് അതായത് മുണ്ടിനീര്. മംസ് ഈസ് ആൻ അക്യൂട്ട് ഇൻഫെക്ഷ്യസ് ഡിസീസ് കോസ്ഡ് ബൈ എ വൈറസ്. വൈറസ് കൊണ്ട് കോസ് ചെയ്യുന്ന ഒരു ഡിസീസാണ് മംസ് എന്ന് പറയുന്നത്. ഇത് ക്യാരക്ടറൈസ് ചെയ്യുന്നത് എന്തൊക്കെയാ? അതായത് മാനിഫെസ്റ്റേഷൻ എന്തൊക്കെയാ? സ്വെല്ലിംഗ് ആൻഡ് ടെൻഡർനെസ് ഓഫ് വൺ ഓർ ബോത്ത് പരോട്ടിഡ് ഗ്ലാൻഡ്. നമ്മുടെ ലാർജസ്റ്റ് സലൈവറി ഗ്ലാൻഡിനെയാണ് നമ്മൾ പരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇതെന്തായിരിക്കും ക്യാരക്ടറൈസ് ചെയ്യുന്നത്? സ്വെല്ലിംഗ് ആൻഡ് ടെൻഡർനെസ് ഓഫ് വൺ ഓർ ബോത്ത് പരോട്ടിഡ് ഗ്ലാൻഡ്. വിന്റർ സീസണിലാണ് ഇത് കോമൺ, ബട്ട് സ്പൊറാഡിക് കേസസ് ഒക്കേഴ്സ് ത്രൂ ഔട്ട് ദ ഇയർ. ഇറഗുലർ ആയിട്ട് കാണപ്പെടുന്നതിനെയാണ് നമ്മൾ സ്പൊറാഡിക് കേസസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണെന്ന് ഡെഫിനിഷൻ എന്ന് പറഞ്ഞു. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എപ്പിഡമോളജി. എപ്പിഡമോളജിയിൽ നമ്മൾ നേരത്തെയൊക്കെ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ പഠിച്ച പോലെ ഹെഡിങ് ആയിട്ടാണ് എഴുതേണ്ടത്. അതിൽ ഫസ്റ്റ് ഏജന്റ് എന്ന് പറയുന്നത് പാരാമിക്സോ വൈറസ്. പാരാമിക്സോ വൈറസ് ആണ് മംസ് ഉണ്ടാക്കുന്നത്. സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ, കേസസ് ആൻഡ് സബ് ക്ലിനിക്കൽ കേസസ്. കേസസ് എന്ന് പറയുന്നത് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ കാണിച്ചു തുടങ്ങിയതും, സബ് ക്ലിനിക്കൽ കേസസ് എന്ന് പറയുന്നത് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആബ്സെന്റ് ആയിട്ടുള്ള കേസസിനെയാണ് നമ്മൾ സബ് ക്ലിനിക്കൽ കേസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പീരീഡ് ഓഫ് ഇൻഫെക്ടിവിറ്റി 6 days ബിഫോർ ദ ഓൺസെറ്റ് ഓഫ് സിംറ്റംസ്. സിംറ്റം തുടങ്ങുന്നതിന്റെ 6 days ബിഫോറും, പിന്നെ അണ്ടിൽ സ്വെല്ലിംഗ് ഓഫ് ദ പരോട്ടിഡ് ഗ്ലാൻഡ് ഹാസ് സബ്സൈഡ്. പരോട്ടിഡ് ഗ്ലാൻഡിന്റെ സ്വെല്ലിംഗ് സബ്സൈഡ് ആകുന്നവരെയാണ് ഇൻഫെക്റ്റീവ് പീരീഡ് എന്ന് പറയുന്നത്. 6 ദിവസം മുന്നേയും, അതായത് പരോട്ടിഡ് ഗ്ലാൻഡ് സ്വെല്ലിംഗ് തുടങ്ങുന്നതിന്റെ 6 ദിവസം മുന്നേയും പരോട്ടിഡ് ഗ്ലാൻഡിന്റെ സ്വെല്ലിംഗ് അവസാനിക്കുന്നത് വരെയാണ് പീരീഡ് ഓഫ് ഇൻഫെക്ടിവിറ്റി എന്ന് പറയുന്നത്. മാക്സിമം ഇൻഫെക്ടിവിറ്റി ഈസ് അറൌണ്ട് ദ ഓൺസെറ്റ് ഓഫ് ഇൽനസ്, അതായത് പടർത്താൻ സാധ്യത കൂടുതൽ. അടുത്തത് ഏജ് ആൻഡ് സെക്സ്, അതായത് 5 മുതൽ 9 വയസ്സുള്ള കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതായത് കൂടുതൽ വരാൻ സാധ്യത കുട്ടികളിലാണ്. മെയിലിനും ഫീമെയിലിനും ഒരേപോലെ വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് മംസ് എന്ന് പറയുന്നത്. മോഡ് ഓഫ് സ്പ്രെഡ്, ഇത് എങ്ങനെയാണ് പകരുന്നത്? സലൈവ ആൻഡ് റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്. സലൈവയിലൂടെ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആയിട്ടാണ് മംസ് കണക്കാക്കുന്നത്. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇത് ഒരു വട്ടം ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി കിട്ടുമെന്ന് പറഞ്ഞാലും സെക്കൻഡ് അറ്റാക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഇൻക്യുബേഷൻ പീരീഡ് 2 to 3 വീക്ക് ആണ്. അപ്പൊ ഇത്രയാണ് എപ്പിഡമോളജി. നമ്മൾ അടുത്ത ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് നോക്കാം. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നോൺ സുപ്പറേറ്റീവ്, അതായത് നോ പസ് ഇല്ലാത്ത കേസിനെയാണ് നോൺ സുപ്പറേറ്റീവ് എന്ന് പറയുന്നത്. സ്വെല്ലിംഗ് ഓഫ് ദ പരോട്ടിഡ് ഗ്ലാൻഡ് അതായത് ലാർജസ്റ്റ് സലൈവറി ഗ്ലാൻഡിന്റെ സ്വെല്ലിങ്ങിനെയാണ്. സലൈവറി ഗ്ലാൻഡ് എവിടെയാണുള്ളത്? ഇയറിന്റെ 2ന്റെയും ബിലോ ആയിട്ടാണ് പരോട്ടിഡ് ഗ്ലാൻഡ് ഉള്ളത്. അതിന്റെ സ്വെല്ലിംഗ് ഉണ്ടാവും, പിന്നെ പെയിൻ ഉണ്ടാവും, സ്റ്റിഫ്നെസ് വൈൽ ഓപ്പണിംഗ് ദ മൗത്ത് ഓപ്പൺ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഫീവർ ഉണ്ടാവും, ഹെഡ് ഏക്ക് ഉണ്ടാവും. ഇതൊക്കെയാണ് ഇതിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാ? പസ് ഉണ്ടാവില്ല, പക്ഷെ സ്വെല്ലിംഗ് ഉണ്ടാവും 2 പരോട്ടിഡ് ഗ്ലാൻഡിന്റെയും, പെയിൻ ഉണ്ടാവും, സ്റ്റിഫ്നെസ് ഉണ്ടാവും, മൗത്ത് ഒന്ന് ഓപ്പൺ ചെയ്യാൻ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ ഫീവർ ഉണ്ടാവും, ഹെഡ് ഏക്ക് ഉണ്ടാവും. 2 പരോട്ടിഡ് ഗ്ലാൻഡിന്റെ സ്വെല്ലിംഗ് കൊണ്ട് നെക്ക് വരെ ആ സ്വെല്ലിംഗ് വരാൻ ചാൻസ് ഉണ്ട്. കോംപ്ലിക്കേഷൻ, അഡൽട്സ് ആർ ഹൈ ഇൻ റിസ്ക് ദാൻ ചിൽഡ്രൻ. ചിൽഡ്രന് വരുന്നതിനേക്കാളും റിസ്ക് കൂടുതൽ ആർക്കാ? അഡൽട്ടിന് വന്നാലാണ്. ഓർക്കൈറ്റിസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫ്ലമേഷൻ ഓഫ് ദ ടെസ്റ്റിസ്. മെയിൽസിന്റെ ടെസ്റ്റിസിലുള്ള ഇൻഫ്ലമേഷനെയാണ് നമ്മൾ ഓർക്കൈറ്റിസ് എന്ന് പറയുന്നത്. ഇൻ പോസ്റ്റ് പ്യൂബർട്ടൽ മെയിൽസ്, പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത മെയിൽസിലാണ് ഇത് കാണപ്പെടുന്നത്. ഓവറൈറ്റീസ് എന്ന് പറയുന്നത് ഓവറീസിന്റെ ഇൻഫ്ലമേഷൻ ഫീമെയിൽസിൽ ഉണ്ടാകുന്നതാണ്. ഓവറീസിന്റെ ഇൻഫ്ലമേഷനെയാണ് ഓവറൈറ്റീസ് എന്ന് പറയുന്നത്. അത് പാൻക്രിയാസിന്റെ ഇൻഫ്ലമേഷൻ. നമ്മൾ ഐറ്റിസ് വരുന്നതിനെല്ലാം നമ്മൾ ഇൻഫ്ലമേഷൻ ആണ് കണക്കാക്കപ്പെടുന്നത്. ഹെപ്പറ്റൈറ്റിസ്, ന്യൂറൈറ്റിസ്, തൈറോയിഡൈറ്റിസ്, ഇങ്ങനെ ഐറ്റിസ് വരുന്നത് തൈറോയിഡിന്റെ ഇൻഫ്ലമേഷൻ തൈറോയിഡൈറ്റിസ്, ന്യൂറൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഞരമ്പുകളുടെ ഇൻഫ്ലമേഷൻ ന്യൂറൈറ്റിസ് എന്നൊക്കെ പറയും. മയോകാർഡൈറ്റിസ് എന്ന് പറയുന്നതാണ് ഇൻഫ്ലമേഷൻ ഓഫ് ദ മസ്കുലാർ ടിഷ്യൂ ഓഫ് ദ ഹാർട്ട്. ഹാർട്ടിന്റെ മസ്കുലാർ ടിഷ്യൂല് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനെയാണ് മയോകാർഡൈറ്റിസ് എന്ന് പറയുന്നത്. ഈ അസുഖം വന്നാൽ അഡൽട്ടിലാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. കോംപ്ലിക്കേഷൻസ് വരുന്നത് അഡൽട്ടിലാണ് കൂടുതലായിട്ട്. ചിൽഡ്രൻസിൽ വരുന്നതിനേക്കാളും കോംപ്ലിക്കേഷൻ വരുന്നത് അഡൽട്ടിലാണ്. ഏതൊക്കെയാ? ഓർക്കൈറ്റിസ് ഉണ്ട്, ഓവറൈറ്റിസ് ഉണ്ട്, പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്, ന്യൂറൈറ്റിസ് ഉണ്ട്, തൈറോയിഡൈറ്റിസ് ഉണ്ട്, മയോകാർഡൈറ്റിസ് ഉണ്ട്. എല്ലാം ഇൻഫ്ലമേഷൻ ആണ് കോസ് ചെയ്യുന്നത്. ഇത് നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത് മംസ് വാക്സിൻ, അതായത് നമ്മൾ കുട്ടികൾക്ക് 9 മാസത്തിൽ കൊടുക്കുന്നതാണ് MMR വാക്സിൻ എന്ന് പറയുന്നത്. അതിൽ മംസിനെയും മീസിൽസിനെയും റുബല്ലേനെയും തടയാനുള്ള വാക്സിൻ ആണ്. ബോത്ത് ആർ ലൈവ് അറ്റുനേറ്റഡ് എന്ന് പറയുന്നത് എന്താണ്? ലൈവ് അറ്റുനേറ്റഡ് വാക്സിനും ഉണ്ട്, കിൽഡ് വാക്സിനും ഉണ്ട്. വാക്സിൻ 2 ടൈപ്പിലുണ്ട്. ലൈവ് അറ്റുനേറ്റഡ് വാക്സിൻ എന്ന് പറയുന്നത് ലിവിങ് ജേർമെന്ന് തന്നെ ഉണ്ടാക്കുന്ന വാക്സിനെയാണ് നമ്മൾ ലൈവ് അറ്റുനേറ്റഡ് വാക്സിൻ എന്ന് പറയുന്നത്. കിൽഡ് വാക്സിൻ എന്ന് പറയുന്നതോ ഡെഡ് ആയിട്ടുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് ജേംസ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ കിൽഡ് വാക്സിൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? പേഷ്യന്റ് ഇപ്പം ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനോ അല്ലെങ്കിൽ പേഷ്യന്റ് അങ്ങനെ ഒരു സിംറ്റംസ് കാണിച്ചു തുടങ്ങുകയാണെങ്കിൽ നമ്മൾ പേഷ്യന്റിനെ ഐസൊലേറ്റ് ചെയ്യും. പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷനും കൊടുക്കും. നമ്മൾ ഈ ഡ്രോപ്ലെറ്റ് വഴി ഇൻഫെക്ഷൻ പടരാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകരുതലിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കും. ഇത്രയാണ് മംസ് എന്ന് പറയുന്നത്.
മംസ് ഈസ് എ കണ്ടേജിയസ് വൈറൽ ഡിസീസ് ദാറ്റ് കോമൺലി എഫക്ട് ചിൽഡ്രൻ ആൻഡ് യങ് അഡൽട്ട്. ചിൽഡ്രനെ യങ് അഡൽട്ടിനെയാണ് ഇത് മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്നത്. ക്യാരക്ടറൈസ്ഡ് ബൈ എന്താണ് നമ്മൾ മെയിൻ ആയിട്ട് പറയേണ്ടത് സ്വെല്ലിംഗ് ഓഫ് ദ പരോട്ടിഡ് ഗ്ലാൻഡ് ആണ് ഫസ്റ്റ്. ഓക്കെ, പെയിൻഫുൾ സ്വെല്ലിംഗ് ഓഫ് ദ പരോട്ടിഡ് ഗ്ലാൻഡ്. എന്നിട്ട് നമുക്ക് ഫീവർ, ഹെഡ് ഏക്ക് ഒക്കെ പറയാം. ഇറ്റ് ഇസ് സ്പ്രെഡ് ത്രൂ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ് ആൻഡ് ക്ലോസ് കോൺടാക്ട്. നമ്മളൊരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യന്റ് ആയിട്ട് ക്ലോസ് കോൺടാക്ട് വരുമ്പോൾ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വഴിയാണ് ഇത് പടരുന്നത്. ദ മോസ്റ്റ് കേസസ് റിക്കവർ വിത്തൗട്ട് കോംപ്ലിക്കേഷൻ. കോംപ്ലിക്കേഷൻ ഇല്ലാതെ കുട്ടികളിലൊക്കെ വന്നാൽ ഇത് പെട്ടെന്ന് കോംപ്ലിക്കേഷൻ ഇല്ലാതെ തന്നെ റിക്കവർ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ സംടൈംസ് ലീഡ് ടു സീരിയസ് പ്രോബ്ലംസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാ പറഞ്ഞ ഇൻഫെക്ഷൻസ്, ഇൻഫെക്ഷൻ കൂടിയിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. ഇൻഫ്ലമേഷൻ എന്തൊക്കെയാ പറഞ്ഞ ഓർക്കൈറ്റിസ്, ഊട്രൈറ്റിസ്, മെനിഞ്ചൈറ്റിസ്, ഹിയറിംഗ് ലോസ് നമ്മൾ നേരത്തെ കോംപ്ലിക്കേഷനിൽ പറഞ്ഞിട്ടില്ല. ഹിയറിംഗ് ലോസും കൂടെ വരും. ദർ ഇസ് നോ സ്പെസിഫിക് ആന്റിവൈറൽ ട്രീറ്റ്മെന്റ് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ നമ്മൾ മാനേജ് ചെയ്യുന്ന എന്താണ് സപ്പോർട്ടീവ് മാനേജ്മെന്റ്. സപ്പോർട്ടീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പൊ ഫീവർ, ഹെഡ് ഏക്ക്, അതിനെയൊക്കെ നമ്മൾ ഫീവർ കുറയ്ക്കാൻ നമ്മൾ ആന്റിബയോട്ടിക് മെഡിക്കേഷൻ ഒക്കെ ചെയ്ത് പേഷ്യന്റെ ക്ലിനിക്കൽ സിംറ്റംസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് മംസ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് മീസിൽസിലേക്ക് കിടക്കാം. അഞ്ചാം പനീനെയാണ് നമ്മൾ മീസിൽസ് എന്ന് പറയുന്നത്. മീസിൽസ് ഇസ് എ പ്രൈമറി എ വൈറൽ ഡിസീസ് ഓഫ് ചിൽഡ്രൻ. ഇത് ഒരു വൈറൽ ഡിസീസ് ആണ്. മംസ് പോലെ തന്നെയുള്ള ഒരു വൈറൽ ഡിസീസ് ആണ് മീസിൽസ് എന്ന് പറയുന്നത്. ഹൈലി ഇൻഫെക്ഷ്യസ് ആൻഡ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഫീവർ, കഫിംഗ്, സ്നീസിംഗ് ആൻഡ് റണ്ണി നോസ് ഫോളോഡ് ബൈ ദ ടിപ്പിക്കൽ റാഷ്. ഇതെന്ന് പറയുന്നത് കുട്ടികളിൽ പനി ഉണ്ടാവും, ചുമ ഉണ്ടാവും, ജലദോഷം ഉണ്ടാവും, തുമ്മൽ ഉണ്ടാവും. ഇതൊക്കെ കൂടെ പ്രത്യേകിച്ച് അഞ്ചാം പനിയാന്ന് മനസ്സിലാക്കുന്ന ഒരു ടിപ്പിക്കൽ റാഷസും കൂടെ ശരീരത്തിൽ കാണപ്പെടും. അങ്ങനെയാണ് നമ്മൾ മീസിൽസ് ആണ് മനസ്സിലാക്കുന്നത്. എപ്പിഡമോളജി നേരത്തെ മംസിൽ പറഞ്ഞ അതേ ഏജന്റ് ആണ് ഇവിടെയും വരുന്നത്, പാരാമിക്സോ വൈറസ്. സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന കേസ് ഓഫ് മീസിൽസ്. മീസിൽസ് ഉള്ള ഒരു കുട്ടിയിൽ നിന്ന് തന്നെയാണ് പകരുന്നത്. ഇതിന്റെ ഇൻഫെക്റ്റീവ് പീരീഡ് എന്ന് പറയുന്നത് 4 days ബിഫോർ ആൻഡ് 5 days ആഫ്റ്റർ ദ അപ്പിയറൻസ് ഓഫ് റാഷസ്. ഒരു കുട്ടിയുടെ ശരീരത്തിൽ റാഷസ് അപ്പിയർ ചെയ്യുന്നതിന്റെ 4 days ബിഫോറും 5 days ആഫ്റ്ററുമാണ് ഇൻഫെക്ടിവിറ്റി പീരീഡ് എന്ന് പറയുന്നത്. 4 ദിവസം മുന്നേ 5 ദിവസം ശേഷവും റാഷസ് അപ്പിയർ ചെയ്യുന്നുണ്ട്. ഇനി ഏജ്. മീസിൽസ് ഇസ് എ പ്രൈമർലി എ ഡിസീസ് ഓഫ് ദ ചിൽഡ്രൻ ഇൻഫാന്റ് അപ് ടു 9 months ആർ ഇമ്മ്യൂൺ ടു മീസിൽസ് ബിക്കോസ് ഓഫ് ദ മെറ്റേണൽ ആന്റിബോഡി. അതായത് മെറ്റേണൽ ആന്റിബോഡി കാരണം 9 മാസം വരെ മീസിൽസ് കുട്ടികളിൽ വരാൻ ചാൻസ് കുറവാണ്. അതാണ് പറയുന്നത്. മീസിൽസ് ആർ പ്രൈമറി ഡിസീസ് ഓഫ് ദ ചിൽഡ്രൻ. ഇൻഫാന്റ് അപ് ടു 9 months ആർ ഇമ്മ്യൂൺ ടു മീസിൽസ്. മീസിൽസിനോട് ഇമ്മ്യൂൺ ആണ്. കാരണം എന്തുകൊണ്ടാ? മെറ്റേണൽ ആന്റിബോഡി കിട്ടുന്നുണ്ട് അവർക്ക്. ബ്രസ്റ്റ് മിൽക്കിലൂടെയൊക്കെ മെറ്റേണൽ ആന്റിബോഡി കൊച്ചുങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് സെക്സ്. ബോത്ത് സെക്സ് എഫക്റ്റഡ് ആണ്. അതായത് മെയിലും ഫീമെയിലും ബോത്തും എഫക്റ്റ് ആവാം. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 attack ഓഫ് മീസിൽസ് ഗീവ് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത്. ചിക്കൻ ബോക്സിലൊക്കെ പറയില്ലേ ഒരു പ്രാവശ്യം വന്നാൽ പിന്നെ വരൂല എന്നൊക്കെ. അതുപോലെ തന്നെയാണ് 1 attack ഓഫ് മീസിൽസ് ഗീവ് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ മീസിൽസ് ബാഡ്ലി എഫക്ട് ദ മാൽനറിഷ്ഡ് ചിൽഡ്രൻ. മാൽനറിഷ്ഡ് അതായത് BMI കുറവായിട്ടുള്ള കുട്ടികളിൽ, അണ്ടർ നറിഷ്ഡ് ആയിട്ടുള്ള കുട്ടികളിൽ കൂടുതൽ വരാൻ ചാൻസ് കൂടുതലാണ് മീസിൽസ്. ഇമ്മ്യൂണിറ്റി കുറവായതൊക്കെ കൊണ്ട്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്നാൽ ഡയറക്ട്ലി ത്രൂ ഡ്രോപ്ലെറ്റ്. ഈ മംസും മീസിൽസും റുബല്ലയും ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ്. ഡയറക്ട്ലി ത്രൂ ഡ്രോപ്ലെറ്റിലൂടെ, അതായത് കുട്ടി ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും കിസ് ചെയ്യുമ്പോഴൊക്കെ ഇത് പകരും. ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് 10 to 14 days ആണ്. അപ്പൊ ഇത്രയാണ് എപ്പിഡമോളജി. ഏജന്റ് എന്താ പറഞ്ഞ പാരാമിക്സോ വൈറസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ കേസസ് ഓഫ് മീസിൽസ് ഓൾറെഡി ഉള്ള കേസസ് നിന്നാണ് പകരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഫെക്റ്റീവ് പീരീഡ് എപ്പോഴാണ്? 4 days ബിഫോർ ആൻഡ് 5 days ആഫ്റ്റർ ദ അപ്പിയറൻസ് ഓഫ് റാഷസ്. കുട്ടികളിൽ, അതായത് അഞ്ചാം പനി വന്ന കുട്ടികളിൽ നമുക്കൊരു ചുവന്ന ശരീരത്തിൽ ചുവന്ന കുത്ത്, അതായത് പാട് കാണപ്പെടും. പിന്നെ ഏജ് എന്ന് പറയുന്നത് ചിൽഡ്രൻ ആണ് കൂടുതൽ എഫക്റ്റ് ആവുന്നത്. 9 months വരെയുള്ള കുട്ടികൾക്ക് മെറ്റേണൽ ആന്റിബോഡി കാരണം വരാൻ ചാൻസ് കുറവാണ്. ഇൻക്യുബേഷൻ പീരീഡ് 10 to 14 days. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എപ്പോഴും ഓർക്കാം, ഡയറക്ട്ലി ത്രൂ ഡ്രോപ്ലെറ്റ് ആണ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ മീസിൽസിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഇമ്പോർട്ടന്റ് ആണ്. 5 മാർക്കിന് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ മാത്രം എടുത്ത് ചോദിക്കാവുന്നതാണ്. നമ്മൾ ഇതിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ തിരിച്ചിരിക്കുന്നത് 3 ആയിട്ടാണ്. പ്രൊഡ്രോമൽ സ്റ്റേജ്, ഇറപ്റ്റീവ് സ്റ്റേജ്, പോസ്റ്റ് മീസിൽ സ്റ്റേജ്. ഇത് 3ആണ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പ്രൊഡ്രോമൽ സ്റ്റേജ് എന്താണ്? അതായത് പ്രൊഡ്രോമൽ എന്ന് പറയുന്നത് എന്താണ്? രോഗം തുടങ്ങുന്നതിന് മുന്നേ ഉള്ള അവസ്ഥ തന്നെയാണ് നമ്മൾ പ്രൊഡ്രോമൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അത് 3 to 4 days ഉണ്ടാവും. നല്ല പനി ഉണ്ടാവും, ജലദോഷം ഉണ്ടാവും, വാട്ടറി റെഡ് ഐസ് ആയിരിക്കും. നമ്മളിപ്പം ചെങ്കണ്ണ് വന്ന പോലെ ആയിരിക്കും കണ്ണുണ്ടാവുന്നത്. സ്നീസിങ് ആൻഡ് കൊപ്ലിക് സ്പോട്ട്. കൊപ്ലിക് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്. കൊപ്ലിക് സ്പോട്ട് എന്നുള്ള ഒരു വാക്ക് കണ്ടാൽ അത് മീസിൽസിലാണ് ഉണ്ടാകുന്നത്. അതായത് സ്മോൾ ബ്ലൂയിഷ് വൈറ്റ് സ്പോട്ട്
ഓൺ എ റെഡ് ബേസ് ഓൺ ദ ഇന്നർ സൈഡ് ഓഫ് ദ ചീക്ക്. ചീക്കിന്റെ ഇന്നർ സൈഡിൽ വരുന്നതാണ്. വൈറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ട് ആയിരിക്കും, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റെഡ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ കൊപ്ലിക് സ്പോട്ട് എന്ന് പറയുന്നത്. വൺ വേർഡിന് ചോദിക്കാൻ പറ്റുന്നതാണ്. വൺ വേർഡിന് കൊപ്ലിക് സ്പോട്ട് വരുന്നത് ഏത് കണ്ടീഷനിലാന്ന് വെച്ചാൽ അത് മീസിൽസിലാണ്. എങ്ങനെയുണ്ടാവുക? ഒരു വൈറ്റ് സ്പോട്ട് ആയിരിക്കും, റെഡ് ആയിരിക്കും ബാക്ക്ഗ്രൗണ്ട് അല്ലെ ബേസ് എന്ന് പറയുന്നത്. ഇന്നർ സൈഡ് ഓഫ് ദ ചീക്കിലാണ് ഇത് വരുന്നത്. അടുത്ത രണ്ടാമത്തെ സ്റ്റേജ് ഇറപ്റ്റീവ് സ്റ്റേജ്. ഇത് 3 to 4 ഡേയ്സ്. പ്രൊഡ്രോമൽ സ്റ്റേജും 3 to 4 ഡേയ്സ് ആണ്. ഇറപ്റ്റീവ് സ്റ്റേജും 3 to 4 ഡേയ്സ് ആണ്. 4th ഡേയിലാണ് ഇത് വരുന്നത്. ഡസ്കി റെഡ് മാക്കുലാർ റാഷ് അപ്പിയർ ചെയ്യും. അതായത് സ്കിന്നിലൊക്കെ ഒരു മാക്കുലാർ റാഷ് അപ്പിയർ ചെയ്യും. ഫസ്റ്റ് ഉണ്ടാവുന്നത് ഫേസിലാണ്, പിന്നെ അത് നെക്കിലേക്ക് വരും, പിന്നെ ബിഹൈൻഡ് ദ ഇയറിന്റെ ബാക്കിലേക്ക് വരും, പിന്നെ സ്പ്രെഡ് ഡൗൺ ടു ദ ബോഡി. ഇറപ്ഷൻ ലാസ്റ്റ് ഫോർ അബൌട്ട് 3 to 4 ഡേയ്സ്. പെട്ടെന്ന് വരുന്നതിനെയാണ് നമ്മൾ ഇറപ്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. റാഷസ് ഇറപ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇറപ്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഗ്രാജുവലി ഫെയ്ഡ് ലീവിങ് എ ഡാർക്ക് പിഗ്മെന്റേഷൻ ഓൺ ദ സ്കിൻ. ഇത് പിന്നെ വന്നു കഴിഞ്ഞ് ഈ ഇൻഫെക്റ്റീവ് പീരീഡ് കഴിയുന്തോറും ഇത് ഗ്രാജുവലി അത് ഫെയ്ഡ് ആയി പോകും. പക്ഷേ കറുത്ത പാട് ശരീരത്തിൽ ഉണ്ടാവും, ഒരു ഡാർക്ക് പിഗ്മെന്റേഷൻ ഉണ്ടാവും ശരീരത്തിൽ. ഡ്യൂറിംഗ് ദി സ്റ്റേജ് വൈറസ് ആർ പ്രസന്റ് ഇൻ ടിയേഴ്സ്. ഈ സമയത്ത് എന്തൊക്കെയാ ഈ വൈറസ് ഒക്കെ, ഈ പാരാമിക്സോ വൈറസ് എന്ന് പറയുന്നത് വൈറസ് പ്രസന്റ് ആയിരിക്കും എന്തിലൊക്കെ? ടിയറിലും, നേസല്, ത്രോട്ട് സെക്രീഷൻ, യൂറിന്, ബ്ലഡ്. നമ്മൾ എങ്ങനെ ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്? മീസിൽസ് ആണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ഈ കൊപ്ലിക് സ്പോട്ട്. കൊപ്ലിക് സ്പോട്ട് എന്ന് പറയുന്നത് ഇന്നർ ചീക്കിൽ വരുന്ന വൈറ്റ് കളറിലുള്ള സ്പോട്ടാണ്. പിന്നെ ടിപ്പിക്കൽ റാഷ്, ശരീരത്തിൽ ഉണ്ടാവുന്ന ചുവന്ന നിറത്തിലുള്ള റാഷ്. ഇതുകൊണ്ടാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് 5ാം പനിയാന്നുള്ളത്. അടുത്ത പോസ്റ്റ് മീസിൽ സ്റ്റേജ്. വെയിറ്റ് ലോസ് ഉണ്ടാവും, വീക്ക്നെസ് ഉണ്ടാവും, ആൻഡ് മേ ലീഡ് ടു അതർ ബാക്ടീരിയൽ ആൻഡ് വൈറൽ ഇൻഫെക്ഷൻ. വീക്ക്നെസ്സും വെയിറ്റ് ലോസും ഒക്കെ ഉണ്ടാകുന്നതിലൂടെ അതർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, അതായത് കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി നല്ലോണം കുറയും. അപ്പൊ എന്ത് ചെയ്യും? പ്രോൺ ടു അതർ ഇൻഫെക്ഷൻ, മറ്റുള്ള ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വരാൻ ചാൻസ് കൂടുതലാണ്. ഇതാണ് 3 സ്റ്റേജ് എന്ന് പറയുന്നത്. പ്രൊഡ്രോമൽ സ്റ്റേജ്, ഇറപ്റ്റീവ് സ്റ്റേജ്, പോസ്റ്റ് മീസിൽ സ്റ്റേജ്. അത് നമ്മൾ കോംപ്ലിക്കേഷൻ നോക്കും. മീസിൽസിന്റെ കോംപ്ലിക്കേഷൻ എന്താ? പർട്ടിക്കുലർലി മാൽനറിഷ്ഡ് ചിൽഡ്രൻ, എസ്പെഷ്യലി PM ആൻഡ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി. PM എന്ന് പറയുന്നത് എന്താ? പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷനും. മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ എന്തൊക്കെയാ? ഡയറി ഉണ്ടാവാം, പനി കൂടി ന്യൂമോണിയയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്, ഒട്ടൈറ്റിസ് മീഡിയ, അതായത് മിഡിൽ ഇയർ ഇൻഫെക്ഷനെയാണ് നമ്മൾ ഒട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുന്നത്. പിന്നെ എൻസെഫലൈറ്റിസ് ഉണ്ടാവാം. ഇത്രയാണ് കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. നോ സ്പെസിഫിക് ട്രീറ്റ്മെന്റ് അവൈലബിൾ. സപ്പോർട്ടീവ് കെയർ കൊടുക്കുക. അതായത് പനിയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പനി കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. പ്രിവെൻഷൻ എങ്ങനെയാണ്? നമ്മൾ ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ 2 ഡോസസ് ഫോർ 9th month ആൻഡ് 1.5 year ഓഫ് ഏജ്. 9ാം മാസത്തിലും 1.5 വയസ്സിലുമാണ് നമ്മൾ MMR വാക്സിൻ കൊടുക്കുന്നത്. ലൈവ് അറ്റനേറ്റഡ് വാക്സിൻ ആണ്. ഇമ്മ്യൂണോഗ്ലോബിൻ ഈസ് ഓൾസോ അവൈലബിൾ ഫോർ ദോസ് ഹു ആർ ഹൈ റിസ്ക്. ഹൈ റിസ്ക് ഉള്ളവർക്ക് ഇമ്മ്യൂണോഗ്ലോബിൻ വെച്ച് നമ്മൾ പ്രിവെന്റ് ചെയ്യാറുള്ളത്. അടുത്ത കൺട്രോൾ മെഷേഴ്സ്. എങ്ങനെയൊക്കെ ഇത് കൺട്രോൾ ചെയ്യാം? നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക. 1 week ആഫ്റ്റർ റാഷ് വന്നതിന് ശേഷം നമ്മൾ പേഷ്യന്റിനെ ഐസൊലേറ്റ് ചെയ്യുക. കാരണം സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ടിയേഴ്സിലൂടെ, ത്രോട്ട്, നേസൽ സെക്രീഷനിലൂടെ ഒക്കെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. വൈറൽ ഇൻഫെക്ഷൻ ആണ്. അതുകൊണ്ട് അത് ഐസൊലേറ്റ് ചെയ്യുക പേഷ്യന്റിനെ. പ്രൊട്ടക്ട് ദ പേഷ്യന്റ് ഐസ് ഫ്രം ലൈറ്റ് ആൻഡ് ഗ്ലെയർ. പേഷ്യന്റ് ഐസ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുക. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ഒക്കെ ഡിസ്ഇൻഫെക്ട് ചെയ്യുക. പേഷ്യന്റ് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഡിസ്ഇൻഫെക്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനുള്ളത്. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മീസിൽസ് ആണ്. എന്നാൽ ചിൽഡ്രനെയാണ് ഇത് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത്. സീരിയസ് കോംപ്ലിക്കേഷൻസിലേക്ക് പോവാം. അതായത് ന്യൂമോണിയ, ഡയറിയ, എൻസെഫലൈറ്റിസ് ഒക്കെ പോവാം. ഡെത്ത് വരെ സംഭവിക്കുന്ന ഒരു കണ്ടീഷനാണിത്. ഇത് സ്പ്രെഡ് ഈസിലി ത്രൂ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റിലൂടെയാണ് ഇത് സ്പ്രെഡ് ആവുന്നത്, കഫിങ് സ്നീസിങ്ങിലൂടെ. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആന്റിവൈറൽ ട്രീറ്റ്മെന്റ് ഇതിലില്ല. പക്ഷെ നമുക്ക് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷനിലൂടെ ഇതിനെ തടയാൻ വേണ്ടി പറ്റും. അതായത് MMR 9th month 1.5 year കൊടുക്കണം. Early diagnosis and isolation of cases, supportive care, adequate nutrition and vitamin A supplementation help to reduce complication and mortality. Adequate ആയിട്ടുള്ള vitamin A supplementation ന്യൂട്രീഷൻ adequate ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താലും നമുക്ക് മോർട്ടാലിറ്റിയിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത്രയാണ് മീസിൽസ് എന്ന് പറയുന്നത്. മീസിൽസിൽ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? എന്താണ് മീസിൽസ് എന്ന് പറഞ്ഞത്? മീസിൽസ് എന്ന് പറയുന്നത് 5ാം പനിയാണ്. ഒരു വൈറൽ ഡിസീസ് ആണ്, ഹൈലി ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്. ക്യാരക്ടറൈസ് ചെയ്യുന്ന ഒരു സാധാരണ പനിയുടെ എന്താണോ ലക്ഷണങ്ങൾ അത് തന്നെയാണ് മീസിൽസിൽ നമ്മൾ കാണപ്പെടുന്നത്. പ്രധാനമായിട്ടും നമ്മൾ കൊപ്ലിക് സ്പോട്ട്, ഒന്ന് മാക്സിലോ പാപ്പുലർ റാഷസ് ആണ്. എപ്പിഡമോളജിയിൽ ഏജന്റ് പാരാമിക്സോ വൈറസ് തന്നെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ കേസ് ഓഫ് മീസിൽസ്. ഇൻഫെക്റ്റീവ് പീരീഡ് 4 days ബിഫോർ ആൻഡ് 5 days ആഫ്റ്റർ അപ്പിയറൻസ് ഓഫ് റാഷസ്. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ നമ്മൾ പറഞ്ഞു 3 സ്റ്റേജ് ആയിട്ടുള്ളത്. പ്രൊഡ്രോമൽ സ്റ്റേജ് 3 to 4 days, ഇറപ്റ്റീവ് സ്റ്റേജ് 3 to 4 days ആണ് വരുന്നത്. അടുത്ത പോസ്റ്റ് മീസിൽ സ്റ്റേജ്. ന്യൂമോണിയ, ഡയറിയ ഒക്കെയാണ് കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു. സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞു. പ്രിവെൻഷൻ നമുക്ക് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷനും ഇമ്മ്യൂണോഗ്ലോബിനും ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളൊരു മീസിൽസ് ചോദിച്ചാൽ ഇത്രയും ഹെഡിങ്ങിന്റെ അടിയിൽ വേണം നമ്മൾ എഴുതാൻ. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ
3 സ്റ്റേജസ് വെച്ച് തിരിച്ച് വേണം ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എഴുതാൻ. അടുത്ത നമുക്ക് റുബെല്ല എന്താന്ന് നോക്കാം. മംസ്, മീസിൽസ്, റുബെല്ല ഇല്ലേ? ജർമ്മൻ മീസിൽസിനെ നമ്മൾ റുബെല്ല എന്ന് പറയുന്നത്. ദ നെയിം റുബെല്ല ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ മീനിങ് ലിറ്റിൽ റെഡ്. German measles is a viral infection primarily in childhood. Even though it is a mild disease in general, it causes great damage to the fetus. അതായത് കൺജനൈറ്റൽ റുബെല്ല സിൻഡ്രോം പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഇത് വരെയാണെങ്കിൽ കുട്ടിക്ക് കൺജനൈറ്റൽ റുബെല്ല സിൻഡ്രോം ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. റുബെല്ല ഇസ് എ മൈൽഡ് കണ്ടേജിയസ് വൈറൽ ഡിസീസ് കോസ്ഡ് ബൈ റുബെല്ല വൈറസ്. റുബെല്ല വൈറസ് ആണ് റുബെല്ല ഉണ്ടാക്കുന്നത്. അത് ക്യാരക്ടറൈസ്ഡ് ബൈ എന്തൊക്കെയാ? ഫീവർ ഉണ്ടാവും, റാഷ് ഉണ്ടാവും. നമ്മൾ നേരത്തെ മീസിൽസിൽ പറഞ്ഞ അതേ സാധനം തന്നെയാണ്, പക്ഷെ ലിംഫിനോട് എൻലാർജ്മെന്റും കൂടെ ഇതിൽ കാണപ്പെടും. ഇത് പ്രഗ്നൻസിയിൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. കൺജനൈറ്റൽ റുബെല്ല സിൻഡ്രോം ഉണ്ടാവും. പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു റുബെല്ല വരികയാണെങ്കിൽ കുട്ടിക്ക് എന്തുണ്ടാവും? കൺജനൈറ്റൽ റുബെല്ല സിൻഡ്രോം ഉണ്ടാവാൻ ചാൻസ്. അടുത്ത എപ്പിഡമോളജി. എപ്പിഡമോളജിയിൽ നമ്മൾ ഫസ്റ്റ് പറയുക ഏജന്റ് ടോഗ വൈറസ്. ടോഗ വൈറസ് ആണ് റുബെല്ല കോസ് ചെയ്യുന്നത്. സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന കേസസ് ഓഫ് റുബെല്ല. റുബെല്ല ഉള്ളവരിൽ നിന്ന് തന്നെയാണ് ഇത് പടരുന്നത്. പിന്നെ സബ് ക്ലിനിക്കൽ കേസസ് ഓൾസോ പ്ലേ എ ഗ്രേറ്റ് റോൾ. ഇൻഫെക്റ്റീവ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നോസ് ആൻഡ് ത്രോട്ട് സെക്രേഷൻ. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ മെയിൻലി ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ. കൺജനൈറ്റൽ ഇൻഫെക്ഷൻ. കൺജനൈറ്റൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് ഇത് പടരാൻ ചാൻസ് കൂടുതലാണ്. ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 2 to 3 വീക്ക് ആണ്. ഏജന്റ് ടോഗ വൈറസ്, സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ കേസസ് ഓഫ് റുബെല്ല. ഇൻഫെക്റ്റീവ് മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള നോസ് ആൻഡ് ത്രോട്ട് സെക്രേഷൻസ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 2 to 3 days ആണ്. എന്തൊക്കെയാണ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ? എന്തൊക്കെയായിരിക്കും? ഫീവർ ഉണ്ടാവും, കഫ് ഉണ്ടാവും, സോർ ത്രോട്ട് ഉണ്ടാവും, മാക്സിലോ പാപ്പുലർ റാഷസ്. സ്കിന്നിലെ ചുറ്റും റെഡ് കളർ ആയിട്ടുള്ള സ്മോൾ ബംസ് ഇങ്ങനെ ഫോം ചെയ്യും. എൻലാർജ്മെന്റ് ഓഫ് ലിംഫിനോട്. ലിംഫിന്റെ എൻലാർജ്മെന്റ് സംഭവിക്കാം നെക്ക് റീജിയനിൽ. പബ്ലിക് ഹെൽത്ത് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? കൺജനൈറ്റൽ റുബെല്ല സിൻഡ്രോം. എന്താണ് കൺജനൈറ്റൽ റുബെല്ല സിൻഡ്രോം? പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഈ ഡിസീസ് റുബെല്ല വരികയാണെങ്കിൽ, അതായത് എസ്പെഷ്യലി ഫസ്റ്റ് 3 മന്തിലാണ്, പ്രഗ്നന്റ് ആയ ആദ്യ 3 മാസത്തിലാണ് ഇത് വരുന്നെങ്കിൽ അത് ഭയങ്കര അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യും ഫീറ്റസിനെ. സീരിയസ് ആയിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കും. അതായത് കൊച്ചിന്, അതായത് എന്തൊക്കെ വരാം? ഡഫ്നെസ്, ചെവി കേൾക്കായ്മ വരാം, കണ്ണിൽ കാട്രാക്ട് വരാൻ ചാൻസ് ഉണ്ട്, കുട്ടിക്ക് ഹാർട്ട് ഡിസീസ് വരാൻ ചാൻസ് ഉണ്ട്, മൈക്രോസെഫാലി, തല ചെറുതായി പോകുന്ന അവസ്ഥയാണ് നമ്മൾ മൈക്രോസെഫാലി എന്ന് പറയുന്നത്. മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവാം, ലിവർ ആൻഡ് സ്പ്ലീന് ഡാമേജ് ആവാം, ക്ലഫ്റ്റ് പാലറ്റ്, അതായത് റൂഫ് കൂടി ചേരാത്ത ഒരു അവസ്ഥ തന്നെയാണ്. നമ്മളെ മൗത്തിന്റെ റൂഫ് ഇല്ലേ, അത് കൂടി ചേരാത്ത അവസ്ഥേനെയാണ് നമ്മൾ ക്ലഫ്റ്റ് പാലറ്റ് എന്ന് പറയുന്നത്. ക്ലബ് ഫുട്ട്, അതായത് കേൾഡ് ഷേപ്പ് ഓഫ് ട്വിസ്റ്റഡ് പൊസിഷൻ ഓഫ് ദ ആംഗിൾ ഹീൽ. കാല് വളഞ്ഞിരിക്കും, കുട്ടിയുടെ കാല് വളഞ്ഞായിരിക്കും ഉണ്ടാകുന്നത് ജനിക്കുന്ന സമയത്ത്. ഇതൊക്കെ കൺജനൈറ്റൽ ഡിസീസിൽ വരുന്നതാണ്. അമ്മയ്ക്ക് ഫസ്റ്റ് 3 മന്തിലാണ് ഇത് എഫക്ട് ചെയ്യുന്നതെങ്കിൽ ഇത്രയും കോംപ്ലിക്കേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അടുത്ത പ്രിവെന്റീവ് മെഷേഴ്സ്. ഇത് എങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാം? ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ. പക്ഷെ പ്രഗ്നന്റ് വുമൺ വാക്സിൻ എടുക്കത്തില്ല. കൺക്ലൂഷൻ എന്താണ് റുബെല്ല? റുബെല്ല ഇസ് ജനറലി എ മൈൽഡ് ആൻഡ് സെൽഫ് ലിമിറ്റിംഗ് വൈറൽ ഇൻഫെക്ഷൻ. റുബെല്ല എന്ന് പറയുന്നത് മൈൽഡും സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള വൈറൽ ഇൻഫെക്ഷൻ ആണ്. സീരിയസ് പബ്ലിക് ഹെൽത്ത് കൺസേൺ ആണ്. പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന സമയത്ത് ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു പബ്ലിക് ഹെൽത്ത് കൺസേൺ ആണ്. കാരണം എന്തുകൊണ്ടാണ്? കുട്ടിക്ക് കൺജനൈറ്റൽ ഡിസീസ് വരാൻ ചാൻസ് ഉണ്ട്. കൺജനൈറ്റൽ ഡിസീസ് ആയ കൺജനൈറ്റൽ റുബെല്ല സിൻഡ്രോം വരാൻ. ഏർലി ഡയഗ്നോസിലൂടെ, ഐസൊലേഷൻ ഓഫ് കേസസിലൂടെ വൈഡ് സ്പ്രെഡ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതായത് മറ്റുള്ളവരിലേക്ക് പടരുന്നത് നമുക്ക് പെട്ടെന്നുള്ള ഐസൊലേഷനിലൂടെ തടയാൻ സാധിക്കും. MMR വാക്സിനിലൂടെ ഇത് പ്രിവെന്റ് ചെയ്യാം ട്രാൻസ്മിഷൻ. ടു പ്രൊട്ടക്ട് ദ പ്രഗ്നന്റ് വുമൺ ആൻഡ് അൺബോൺ ബേബീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പബ്ലിക് ഹെൽത്ത് കൺസേൺ എടുക്കാം. അപ്പൊ ഇത്രയാണ് റുബെല്ല എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? മംസ്, അതായത് മുണ്ടിനീര്, മീസിൽസ്, 5ാം പനി, റുബെല്ല. ജർമ്മൻ മീസിൽസിന് റുബെല്ല എന്ന് പറയും. ഇത് 3 ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആണ്. അപ്പൊ എല്ലാവരും നല്ലപോലെ പഠിക്കുക. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക്സ്.